ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കൊയിനൂർ പബ്ലിക് സ്കൂൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ ഉജ്ജ്വല സ്വീകരണം നൽകിയിരിക്കുകയാണ്. തിങ്കളാഴ്ച ഉച്ചയോടെ ചെന്നൈ മെയിലിലാണ് അദ്ദേഹം കാസർഗോട്ടെത്തിയത്. പയ്യന്നൂർ മുതൽ കാസർഗോഡ് വരെയുള്ള പ്രധാന റെയിൽവേ സ്റ്റേഷനുകളിലെല്ലാം ഉണ്ണിത്താന് അഭിവാദ്യമർപ്പിക്കാൻ UDF പ്രവർത്തകരെത്തിയിരുന്നു. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ പ്രവർത്തകരുടെ പ്രവാഹമായിരുന്നു. ട്രെയിനിൽ നിന്നും ഇറങ്ങാൻ പോലും സാധിക്കാത്ത വിധം റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോം പ്രവർത്തകരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു. പ്രകടനമായാണ് പ്രവർത്തകർ അദ്ദേഹത്തെ റെയിൽവേ സ്റ്റേഷന് പുറത്തെത്തിച്ചത്. സ്വീകരണത്തിനു ശേഷം അദ്ദേഹം DCC ഓഫീസിലേക്ക് പോയി. UDFന്റെ എല്ലാ നേതാക്കളുമായും അദ്ദേഹം ചർച്ച നടത്തും. അതിനുശേഷം മാധ്യമപ്രവർത്തകരെയും കാണുന്നുണ്ട്. ഇരട്ടക്കല്ല് നടന്ന കല്യാട്ട് നിന്നും തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങാനാണ് അദ്ദേഹത്തിന്റെ തീരുമാനം. തിങ്കളാഴ്ച തന്നെ അദ്ദേഹം കല്യോട്ടേക്ക് പോകും. കൃപേഷിന്റെയും ശരത് ലാലിന്റെയും മാതാപിതാക്കളിൽ നിന്ന് അനുഗ്രഹം തേടി പ്രചരണത്തിനിറങ്ങാനാണ് അദ്ദേഹത്തിന്റെ തീരുമാനം. വലിയ ആവേശമാണ് പ്രവർത്തകരിൽ നിന്നും ദൃശ്യമായിരിക്കുന്നത്. ഉണ്ണിത്താന് തെരഞ്ഞെടുപ്പിൽ കെട്ടിവെക്കാനുള്ള തുക കല്യോട്ടെ അമ്മമാരാണ് നൽകുന്നത്. വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം. വ്യത്യസ്ത വാർത്തകൾ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ അമർത്തുക.